Hello everyone, welcome to Jupiter SSLC. It's me, your Nafi. എല്ലാവർക്കും മക്കളെ Jupiter SSLC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നാലാമത്തെയും ആറാമത്തെയും ചാപ്റ്ററിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ PYQs നമ്മൾ നോക്കിയിട്ട് പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ അടിയിൽ 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ചാപ്റ്റർ 4 ആണോ ചാപ്റ്റർ 6 ആണോ പഠിക്കുന്നത്? 2 പേരാണല്ലോ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ പഠിക്കുന്നത്? അതിലേത് ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കുന്നത്? അത് എത്ര പഠിച്ചു കഴിഞ്ഞു, എത്ര പെർസെൻറ്റേജ് പഠിച്ചു കഴിഞ്ഞു? കംപ്ലീറ്റ് ആണ് 100% ഉണ്ട് കേട്ടോ. ഈ 2 കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് കാര്യം ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് ഉള്ള ചാപ്റ്ററിന് ഗ്രിഡ് റെഫറൻസ് 100% ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്രിഡ് മാത്രമല്ല വേറെയും ചോദിക്കട്ടോ. അപ്പോൾ ഗ്രിഡിനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ആ ഗ്രിഡിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് കാണാൻ ഗ്രിഡ് റെഫറൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇതിൽ ഗ്രിഡ് റെഫറൻസ് കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ടോപ്പോഗ്രാഫിക് മാപ്പ് അഥവാ ധരാതലി ഭൂപടത്തിൻ്റെ ഡെഫിനിഷനാണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ടോപ്പോഗ്രാഫിക് മാപ്പ് അഥവാ ധരാതലി ഭൂപടത്തിൻ്റെ ഡെഫിനിഷൻ? ടോപ്പോഗ്രാഫിക് മാപ്സ് ഡെപിക്ട് ഇൻ മൈന്യൂട്ട് ഡീറ്റെയിൽ ഓൾ ദ നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് ഓൺ ദി എർത്ത് സർഫസ്. അല്ലേ, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലി ഭൂപടങ്ങൾ. ഇത്ര എഴുതിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ധരാതലി ഭൂപടങ്ങൾ അഥവാ ടോപ്പോഗ്രാഫിക് മാപ്പിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു സബ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇതിന് ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ യൂസസ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്പ്. ധരാതലി ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ എഴുതുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ചോ, എന്തൊക്കെയാണ് ടോപ്പോഗ്രാഫിക് മാപ്പ് അഥവാ ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ? ഒന്നാമത്തെ എന്താ? അനാലിസിസ് ഓഫ് ദി ഫിസിക്കൽ ആൻഡ് ദ കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് സർഫസ്. അല്ലെ, ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യാം. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സാധനങ്ങളുടെ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ്, അല്ലെ, ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ മിലിറ്ററി ഓപ്പറേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് മിലിറ്ററി മാപ്സ്, അല്ലെ, സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ അർബൻ പ്ലാനിംഗ്, നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്റ്റഡിയിങ് ഓഫ് ദി നാച്ചുറൽ ആൻഡ് ദ കൾച്ചർ റിസോഴ്സ് ഓഫ് റീജിയൻ ആസ് എ പാർട്ട് ഓഫ് എക്കണോമിക് പ്ലാനിംഗ്. അല്ലെ, സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ടോപ്പോഗ്രാഫിക് മാപ്പ് അഥവാ ധരാതലീയ ഭൂപടം ഉപയോഗിക്കുന്നു. ഫോർ റെസ്ക്യൂ മിഷൻസ്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ട, ഈ പോയിന്റ്സ് ഇങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അടുത്തത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റൻ ആണത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മില്യൺ ഷീറ്റ് ആൻഡ് ഡിഗ്രി ഷീറ്റ്? അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എജ്യൂപോർട്ടുമായിട്ട് അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ചോദിക്കാനായിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ് വേണം, മോട്ടിവേഷൻ വേണമെങ്കിലൊക്കെ nafi.ejuport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് മെസ്സേജ് അയക്കുക, ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പോ മോട്ടിവേഷനോ ഒക്കെ വേണമെങ്കിൽ കേട്ടോ. ഇനി ശ്രദ്ധിച്ചോ, ഈ മില്യൺ ഷീറ്റ് ഡിഗ്രി ഷീറ്റ് തമ്മിൽ വ്യത്യാസം എന്താണ്? അതായത് നമ്മൾ ടോപ്പോ ഷീറ്റിൽ ഈ ടോപ്പോഗ്രാഫിക് മാപ്പ് അഥവാ ധരാതലി ഭൂപടം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ടോപ്പോ ഷീറ്റിനെ നമ്മൾ ഇതേപോലെ ഓരോരോ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ കഷ്ണങ്ങൾ പ്രത്യേകം എന്താ? ഇതിലൂടെ 4 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 4 ഡിഗ്രി അക്ഷാംശവും 4 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, 4 ഡിഗ്രി രേഖാംശവും എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓരോ ഷീറ്റിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? മില്യൺ ഷീറ്റ്. എന്താണ് വിളിക്കുക? മില്യൺ ഷീറ്റ്. ഈ മില്യൺ ഷീറ്റിന് എന്ത് കൊടുക്കും? നമ്പർ കൊടുക്കും. ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡെക്സ് നമ്പേഴ്സ് അഥവാ സൂചക നമ്പർ. നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഇൻഡെക്സ് നമ്പേഴ്സ് അഥവാ സൂചക നമ്പർ എന്ന് പറയുന്നത്. ഈ ഓരോ മില്യൺ ഷീറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? 16 ഈക്വൽ പാർട്സ് ആക്കി എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ മില്യൺ ഷീറ്റിനെയും 16 ഈക്വൽ പാർട്സ് അഥവാ 16 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് മുറിക്കുന്നുണ്ട്. ഇങ്ങനെ മുറിച്ചിട്ടുള്ള ഓരോ കഷ്ണത്തെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിഗ്രി ഷീറ്റ്. 1:2.5 lakh, 1:2.5 ലക്ഷം എന്നുള്ള തോതിലാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? ഡിഗ്രി ഷീറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഡിഗ്രി ഷീറ്റ് നമ്മൾ A മുതൽ P വരെയുള്ള ലെറ്റേഴ്സ് കൊണ്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ്സ് മില്യൺ ഷീറ്റ് ചോദിച്ചാൽ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കണം. മില്യൺ ഷീറ്റിന്റെ സ്കെയിൽ എത്രയാണ്? 1:1 മില്യൺ, 1:10 ലക്ഷമാണ് കേട്ടോ. ഡിഗ്രി ഷീറ്റിനെ പ്രത്യേകത വെച്ചാൽ ഈ പോയിന്റ്സ് ഇവിടെ എഴുതി വെക്കണം. അടുത്ത കോണ്ടൂർ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ കോണ്ടൂർ ലൈൻസ്? കോണ്ടൂർ രേഖ എന്താണ്? വാട്ട് ഈസ് ദ കളർ ഓഫ് കോണ്ടൂർ ലൈൻസ് ഇൻ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്? ധരാതലി ഭൂപടത്തിലെ കോണ്ടൂർ രേഖയുടെ നിറം എന്താണ്? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. യെസ്, ഏതാണ് നിറം? ബ്രൗൺ അഥവാ തവിട്ടാണ് അല്ലേ. വാട്ട് ഈസ് കോണ്ടൂർ ഇന്റർവെൽ? എന്താണ് കോണ്ടൂർ ഇടവേള? അപ്പോൾ എന്താണ് ആ കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ? ദ ഇമാജിനറി ലൈൻസ് ദാറ്റ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവ് ഈക്വൽ ഇലവേഷൻ ഫ്രോം ദി സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള 2 സ്ഥലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയെ വിളിക്കുന്ന പേരാണ് എന്ത്?
കോണ്ടൂർ ലൈൻസ് അഥവാ കോണ്ടൂർ രേഖ. ശ്രദ്ധിക്കണേ, സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള രണ്ട് പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയെ വിളിക്കുന്ന പേരാണ് എന്ത്? കോണ്ടൂർ ലൈൻസ് അഥവാ കോണ്ടൂർ രേഖ. ആ കോണ്ടൂർ ലൈൻസിൽ അതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉയരം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ഉയരത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? കോണ്ടൂർ വാല്യൂസ് അഥവാ കോണ്ടൂർ മൂല്യങ്ങൾ. അടുത്തടുത്ത രണ്ട് കോണ്ടൂർ മൂല്യങ്ങൾ, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് കോണ്ടൂർ വാല്യൂസ്. ഇതിൻ്റെ കോണ്ടൂർ വാല്യൂ എത്രയാണ്? 400 ആണ്. അടുത്ത കോണ്ടൂർ വാല്യൂ എത്ര? 300 ആണ്. അപ്പോൾ ഈ അഡ്ജസൻറ്റ് ആയിട്ടുള്ള അടുത്തടുത്ത രണ്ട് കോണ്ടൂർ വാല്യൂസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ, ആ ഡിഫറൻസ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കോണ്ടൂർ ഇൻ്റർവെൽ അഥവാ കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നിട്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഓക്കെ. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കോണ്ടൂർ വാല്യൂസ് നിങ്ങൾ മനസ്സിലാക്കി. കോണ്ടൂർ ലൈനിൽ, കോണ്ടൂർ രേഖയിൽ രേഖപ്പെടുത്തിയുള്ള ഉയരത്തെ വിളിക്കുന്ന പേരാണെന്ത്? കോണ്ടൂർ വാല്യൂസ് അഥവാ കോണ്ടൂർ മൂല്യങ്ങൾ. അടുത്തടുത്ത രണ്ട് കോണ്ടൂർ മൂല്യങ്ങൾ തമ്മിൽ ഡിഫറൻസ് നമ്മൾ എന്ത് വിളിക്കുന്നു? കോണ്ടൂർ ഇൻ്റർവെൽ അഥവാ കോണ്ടൂർ ഇടവേള എന്ന് വിളിക്കുന്നു. ഇനി ഒരു കോണ്ടൂർ ലൈൻ, ഒരു ധരാതലി ഭൂപ്രദേശ കോണ്ടൂർ രേഖയിൽ നമുക്ക് 3 കാര്യങ്ങളാണ് മനസ്സിലാവുക. ഏതൊക്കെ 3 കാര്യങ്ങളാണ്? ഒന്ന് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി പ്ലേസ്, ഭൂപ്രദേശത്തിൻ്റെ ഉയരം. നേച്ചർ ഓഫ് ദി സ്ലോപ്പ്, ചെരിവിൻ്റെ സ്വഭാവം. ഷേപ്പ് ഓഫ് ലാൻഡ് ഫോം, ഭൂരൂപത്തിൻ്റെ ആകൃതി. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? യെസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് റൈറ്റ് ടു എക്സാമ്പിൾസ് ഫോർ കൾച്ചറൽ ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇൻ ടോപ്പോഗ്രാഫിക് മാപ്പ്. ധരാതലീയ ഭൂപടത്തിലെ സാംസ്കാരികവും ഭൗതികവുമായ സവിശേഷതകൾക്ക് 2 ഉദാഹരണങ്ങൾ ഇതാണ്. ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയുമാണ് ചാപ്റ്റർ 4 വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇതിനോട് ഗ്രിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രിഡിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ കാണട്ടോ. ഓക്കെ ആണോ? ഇനി ചാപ്റ്റർ 6ലേക്ക് നമ്മൾ വരികയാണ്. ഈ ചാപ്റ്റർ 6ലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വളരെ കുറച്ച് ആളുകളായിരിക്കും പഠിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വിദൂര സംവേദനം, റിമോട്ട് സെൻസിങ് എന്താണ്? എക്സ്പ്ലെയിൻ ദ റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിദൂര സംവേദനങ്ങൾ ഏതൊക്കെയെന്ന് എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് റിമോട്ട് സെൻസിംഗ് എന്ന് പറഞ്ഞാൽ? എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഒബ്ജക്ട്, പ്ലേസ് ഓർ ഫിനോമിനൻ വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോൺടാക്ട് ഈസ് റിമോട്ട് സെൻസിംഗ്. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് എന്ത്? റിമോട്ട് സെൻസിംഗ് അഥവാ വിദൂര സംവേദനം. അപ്പോൾ നമ്മൾ നേരിട്ട് തൊടാതെ നമ്മൾ എന്ത് ചെയ്യുക? വിത്ത് ഹെൽപ്പ് ഓഫ് എൻ എക്യുപ്മെന്റ്, ഒരു ഉപകരണത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് ഭൂമിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് റിമോട്ട് സെൻസിംഗ്. ആ റിമോട്ട് സെൻസിംഗ് ഉപയോഗിക്കുന്ന ഡിവൈസസ് അഥവാ ഉപകരണങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? സെൻസേഴ്സ് അഥവാ സംവേദകങ്ങൾ എന്ന് വിളിക്കുന്നു. അത് ഫിക്സ് ചെയ്യുന്ന പ്ലേസിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലാറ്റ്ഫോം. എന്താണ് വിളിക്കുക? പ്ലാറ്റ്ഫോം എന്ന് വിളിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റിമോട്ട് സെൻസിങ്ങിൽ പ്ലാറ്റ്ഫോമിൻ്റെ ബേസിൽ 3 ഉണ്ട്. പ്ലാറ്റ്ഫോം എവിടെയാണോ പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ ബേസ് റിമോട്ട് സെൻസിങ് നമ്മൾ 3 വിദൂര സംവേദനത്തെ 3 തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ എന്താ? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ഭൂതല ഛായാഗ്രഹണമാണ്. രണ്ടാമത്തെ എന്താ? ഏരിയൽ റിമോട്ട് സെൻസിങ് അഥവാ ആകാശീയ വിദൂര സംവേദനമാണ്. മൂന്നാമത്തെ എന്താ? സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് അഥവാ ഉപഗ്രഹ വിദൂര സംവേദനം ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അടുത്ത ക്വസ്റ്റൻ, ഇത് ഒരുപാട് തവണ ഈ ചാപ്റ്റർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് എനർജി? ഊർജ്ജ സ്രോതസ്സിന് അടിസ്ഥാനത്തിലുള്ള വിദൂര സംവേദനത്തിന്റെ വർഗീകരണങ്ങൾ ഏതൊക്കെയാണ്? പാസീവ് റിമോട്ട് സെൻസിംഗ് ഉണ്ട്, ആക്റ്റീവ് റിമോട്ട് സെൻസിംഗ് ഉണ്ട് അല്ലേ? പരോക്ഷ വിദൂര സംവേദനമുണ്ട്, പ്രത്യക്ഷ വിദൂര സംവേദനമുണ്ട്. ഈ പാസീവ് റിമോട്ട് സെൻസിംഗ് അഥവാ പരോക്ഷ വിദൂര സംവേദനം പറഞ്ഞാൽ എന്താ? വിത്ത് ഹെൽപ്പ് ഓഫ് ഹെൽപ്പ് ഓഫ് സോളാർ എനർജി, സൗരോർജ്ജത്തിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള വിദൂര സംവേദനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പരോക്ഷ വിദൂര സംവേദനം. അതായത് പാസീവ് റിമോട്ട് സെൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് ഹെൽപ്പ് ഓഫ് സോളാർ എനർജി അല്ലേ? അതായത് സോളാർ എനർജിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് സൗരോർജ്ജത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ നടത്തുന്ന വിദൂര സംവേദനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? പാസീവ് റിമോട്ട് സെൻസിംഗ് അഥവാ പരോക്ഷ വിദൂര സംവേദനം. ഇനി ആക്റ്റീവ് റിമോട്ട് സെൻസിംഗ് അഥവാ പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി അല്ലേ? അതായത് കൃത്രിമ ഊർജ്ജത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ നടത്തുന്ന വിദൂര സംവേദനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി, അതായത് കൃത്രിമ ഊർജ്ജത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ നടത്തുന്ന വിദൂര സംവേദനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രത്യക്ഷ വിദൂര സംവേദനം അഥവാ ആക്റ്റീവ് റിമോട്ട് സെൻസിംഗ്. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ഇത് ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിംഗ്? ആകാശീയ വിദൂര സംവേദനത്തിന്റെ പരിമിതികൾ എന്തൊക്കെ? 4 മാർക്കിന് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏരിയൽ റിമോട്ട് സെൻസിംഗ് അഥവാ ആകാശീയ വിദൂര സംവേദന പരിമിതികൾ എന്തൊക്കെയാണ്? ഒന്ന്, ഷെയ്ക്കിംഗ് ഓഫ് എയർക്രാഫ്റ്റിലെ വിമാനത്തിനുണ്ടാകുന്ന കുലുക്കം എന്ത് ചെയ്യും? ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കും. രണ്ടാമത് എന്താ? എയർക്രാഫ്റ്റ് റിക്വയർ ഓപ്പൺ സ്പേസ് ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ്. വിമാനത്തിന് പറന്നു വരാനും ഇറങ്ങാനും എന്ത് വേണം? തുറസായ സ്ഥലം വേണം. മൂന്നാമത്, ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ടേക്ക് ഫോട്ടോഗ്രാഫ് ഓഫ് റീജിയൻ ദാറ്റ് ആർ വാസ്റ്റ് ആൻഡ് എക്സ്റ്റെൻസീവ് അല്ലേ? വിസ്തൃതമായ പ്രദേശങ്ങളിൽ വലിയ സ്ഥലങ്ങളുടെ വിദൂര സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നടത്താൻ പറ്റില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്യണം, ഇന്ധനം നടക്കണം അല്ലേ? അത് ഇതിൻ്റെ കോസ്റ്റ് ചിലവ് കൂട്ടുന്നുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്, ഈ ചാപ്റ്റർ പഠിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്താ?
ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ് ആൻഡ് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് കേട്ടോ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ് ആൻഡ് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് അല്ലേ? ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാം? ഇത് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ജിയോ സ്റ്റേഷൻ അഥവാ ഭൂസ്ഥിര ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന, ഭൂമി ഭ്രമണം ചെയ്യുന്ന അതേ വേഗതയിലും ദിശയിലും ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ് അഥവാ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഇനി സൺ സിങ്ക്രണസ് അഥവാ സൗരസ്ഥിര ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ദ സാറ്റലൈറ്റ്സ് വിച്ച് റിവോൾവ് അറൌണ്ട് ദി എർത്ത് ത്രൂ ദി പോൾസ്. രണ്ട് ധ്രുവങ്ങളിലൂടെയും ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് അഥവാ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതിന്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് എന്താ? ജിയോ സ്റ്റേഷനുടെ ഹൈറ്റ് എത്രയാ? 36,000 36,000 കിലോമീറ്റർ ഹൈറ്റിലാണ്. എന്നാൽ സൺ സിങ്ക്രണസ് അഥവാ സൗരസ്ഥിരമാണെങ്കിൽ ഏകദേശം 900 കിലോമീറ്റർ ഹൈറ്റിലാണ് വരിക. ഇനി ഈ ജിയോ സ്റ്റേഷൻ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? ഫോർ വെതർ സ്റ്റഡീസ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും ജിയോ സ്റ്റേഷൻ ഉപയോഗിക്കുമ്പോൾ സൺ സിങ്ക്രണസ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? റിമോട്ട് സെൻസിങ്, വിദൂര സംവേദനം ഉപയോഗിക്കുന്ന. എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ജിയോ സ്റ്റേഷൻ അഥവാ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം ഏതാ? ഇൻസാറ്റ് ആണ്. സൺ സിങ്ക്രണസ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം ഏതാ? IRS ആൻഡ് ലാൻഡ്സാറ്റ്. അപ്പോൾ രണ്ടിൽ 3 പോയിന്റ് അല്ലെങ്കിൽ 4 പോയിന്റ് വീതം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഇതും എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏരിയാസ് ഓഫ് റിമോട്ട് സെൻസിങ്, വിദൂര സംവേദനം ഉപയോഗിക്കുന്ന മേഖലകൾ ഏതൊക്കെ? അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ. ഇതെല്ലാതെയും എക്സാമിന് എന്ത് ചോദിക്കും? ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായി പഠിച്ചു വെക്കുക, ഉഷാറായി പഠിച്ചു വെക്കുക, സൂപ്പറായി പഠിച്ചു വെക്കട്ടോ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ജില്ലല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നതിലേക്ക് മക്കളെ ബൈ.